ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ ഡേ 1 എപ്പിസോഡ് 2. അപ്പോൾ ഇത് കണ്ടതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിനകത്ത് ഇന്നത്തെ മുഴുവൻ എപ്പിസോഡ് കണ്ടപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആരാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ട് മുന്നോട്ട് വന്നത് തോന്നിയത്? 0-0, അതായത് കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് ഒന്നാമത്തെ ദിവസം അവസാനിക്കുന്നത് വരെയുള്ള എപ്പിസോഡ് കണ്ടതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്ന ആരായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ടു ബി ഫ്രാങ്ക്, ഞാൻ പറയാം, അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് രേണു സുധിയുടെ ഇത് തന്നെയാണ്. കാരണം ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലൈവിൻ്റെ അകത്തും അവർ പാട്ടും പാടി വളരെ ഒരു ഓളം സൃഷ്ടിച്ച്, അത് മാത്രമല്ല അവരെ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിക്കുന്ന ആൾക്കാർ പരിഹസിച്ച് പറയുന്ന പേരാണ് രണ സുനാന്ന്. ഓക്കെ, ആ പേരടക്കം അവരോട് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവരെ കളിയാക്കി അപ്പാനി ശരത്ത്, മറ്റേ ഇതെവിടെ അക്ബർ ഖാനും അപ്പാനി ശരത്തും അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സരികയൊക്കെ ഉണ്ട്, എല്ലാവരും ചേർന്നുകൊണ്ട് ടോയ്ലറ്റ് ഏരിയയിൽ നിന്ന് ബാത്റൂം ഏരിയയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അതെല്ലാം എന്തുമാത്രമാണ് എൻജോയ് ചെയ്യുന്നത്, ഒരു ട്രിഗറാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മെച്ചുവറായിട്ട്. ഞാൻ വിചാരിച്ചത് ഇവരെല്ലാ വള്ളികളിലും കയറി പിടിച്ച് വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് കണ്ടായിരുന്നു, മൂപ്പൻ ഇവരുടെ PR എടുക്കുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല, അതുകൊണ്ട് ഷെയിം ഓൺ യു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കമൻസ്. എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഈ രേണു സുധിയുടെ PR എടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പല പ്രാവശ്യം അവസാനിപ്പിച്ച കാര്യമാണ്, എങ്കിലും പറയാം, അങ്ങനെ ഞാൻ ആരുടെയെങ്കിലും ഈ സീസണിലോ ഇതിന് മുൻപുള്ള സീസണുകളിലോ ആരുടെയെങ്കിലും PR എടുത്തിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് കരിയർ അങ്ങ് നിർത്തിയേക്കാം. വെറുതെ പറയുന്നതല്ല, നിർത്തിയേക്കാം. ഇത് മുൻകാലങ്ങളിൽ തഴമ്പിച്ചതാണ്. എനിക്ക് തോന്നുന്നതേ ഞാൻ ചെയ്യും, അല്ലാതെ എനിക്കിപ്പോൾ വേറെ ആരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ശരി, ഞാനത് ചെയ്യും. മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഞാൻ ഇപ്പോഴെങ്ങനെയാണെന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പ്രസൻറ്റിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ബാക്കി പറയണ്ട. ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ക്യാപ്റ്റൻസി ടാസ്ക് 7ൻ്റെ പണി കൊടുത്ത് അവസാനം അപ്പാനി ശരത്ത്. ഇപ്പം മുൻകാലങ്ങളിൽ നമ്മൾ പറയും പരദൂഷണ കമ്മിറ്റി എന്നൊക്കെ പറയുമെങ്കിൽ ഈ ഇപ്പോഴത്തെ സീസണിൻ്റെ അകത്ത് പുരുഷ പരദൂഷണ കമ്മിറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പാനി ശരത്തിൻ്റെ നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ഷാനുക്കയുടെ ഷാനവാസ് പുള്ളിക്കാരൻ, അതുപോലെ തന്നെ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, പിന്നെ പ്രസിഡൻ്റായിട്ട് നമ്മുടെ അക്ബർ ഖാനൊക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു ഒരു കമ്മിറ്റി, അതായത് ഒരു പരദൂഷണ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ കുലപുരുഷ മഹിമാപരമായിട്ടുള്ള കാര്യങ്ങളും വസ്ത്രങ്ങളുടെ പരിപാടികളെക്കുറിച്ച് വർത്തമാനം കേട്ടില്ല. ഇന്ന് ഷാനു അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടില്ല. രുദ്രൻ എന്നുള്ളൊരു വലിയ സംഭവമായിട്ടൊക്കെ സീരിയലൊക്കെ അഭിനയിച്ച ഒരാളാണ്, ഞാൻ അത് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇപ്പം പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കുലപുരുഷൻ്റെ ചമയാണ്. മറ്റേ ഗെയ്സിലിട്ടിരുന്ന ഡ്രസ്സ് അതിനകത്ത് ഇറക്കം കുറവാണ്, മോശമാണ്. എന്നാൽ പുള്ളി ഇട്ടിരുന്നതോ ബോക്സറായിരുന്നു. എന്ത് ഇരട്ടത്താപ്പാണെന്നുള്ളത്. ഇനി അക്ബർ ഖാൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇതിനകത്തൊരു പോസ്റ്റാണ്. സത്യത്തിൽ എന്താണ് ഇവൻ്റെ പ്രശ്നം? ഷാനവാസിൻ്റെ തലവേദന വന്നാൽ ജെനുവിനാണ്, അത് ചോദ്യം ചെയ്യരുത്. രേണു സുധിക്ക് തലവേദന വന്നാൽ അത് ഉടായിപ്പാണ്. തലവേദന ഉള്ളവൾ ഒച്ച വെച്ചതോടെ തലവേദന ജെനുവിനല്ല. ഷാനു പക്ഷേ ഡാൻസ് വരെ കളിക്കും. അവിടെ തലവേദന സംശയിക്കാൻ പാടില്ല. എന്തോന്നറിയാം, സ്റ്റാർ സിംഗർ കണ്ടപ്പോൾ അതിലെ കൗണ്ടർ കണ്ട് ഇഷ്ടമായിരുന്നു, ഒറ്റ ദിവസം കൊണ്ട് മുതലെല്ലാം തീർത്തു തന്നു പറഞ്ഞ കമൻറ്റ്. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ 7ൻ്റെ പണി കൊടുത്തിട്ട് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് അയാളെ ഇട്ട് കൂട്ടമായിട്ട് അയാൾ കാണിച്ചിട്ട് തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ നിവൃത്തില്ല. പുള്ളിക്കാരൻ എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തും, ഞാൻ ഒറ്റപ്പെടാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിവറേസിൻ്റെ അകത്ത് നിന്ന് ഒരു 90 അടിച്ച്, 90 ഒരു ക്വാർട്ടർ അടിച്ചതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് പോലെയൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ആ മലയാളം മനസ്സിലായില്ല. എനിക്ക് മലയാളം അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയൊരു സംഭവം പുള്ളി വിചാരിക്കുന്നത് പുതിയതെന്നാണ്, വളരെ ഫ്രഷ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ നിന്നാണ് പുള്ളി വിചാരിക്കുന്നത്. ബട്ട് അത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം പുള്ളിക്ക് അത് മനസ്സിലാവുന്നില്ല. എനിവേ, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഓവർ കോൺഫിഡൻസും ഈ ഓവറായിട്ടുള്ള ഈ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഒരുമാതിരി കളിക്കുവാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് വെളിത്തള്ളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയാലും ഗെയിമേഴ്സിൻ്റെ എണ്ണം കുറയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഗെയിം കളിക്കാൻ സാധ്യതയില്ലാത്ത ലൈറ്റായിട്ട് പോകാൻ സാധ്യതയുള്ളവരാര്, ബിഗ് ബോസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ഔട്ട് കാരണം ലൈഫ് പോകും, അല്ലെങ്കിൽ പുറത്ത് നെഗറ്റീവായി കഴിഞ്ഞാൽ പോകുന്നുള്ള കാര്യം ഇപ്പോഴേ സൈഡ് പിടിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നൈസായിട്ട് നോക്കി അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല, ചിലപ്പോൾ ഒരു സൈഡിൽ കൂടെ ഗെയിം പഠിക്കുന്നതാണോ ആൾക്കാരെ മനസ്സിലാക്കുന്നതാണോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല, കാത്തിരുന്ന് കാണണം. എന്നാലും നമ്മുടെ ഈ അനീഷിൻ്റെ വെറുപ്പിക്കൽ ഇച്ചിരി രൂക്ഷം തന്നെയാണ്, ഒന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ എല്ലാവരും കൂടെ ചേർന്ന് പുള്ളിക്കാരൻ്റെ ഈ മുഖത്ത് മറ്റേ ഇതുണ്ടല്ലോ, പതവച്ച് തേച്ച് പിന്നെ ഫോം മറച്ച് എല്ലാം ഇതാക്കി അവസാനം 7ൻ്റെ പടി വന്നത് എങ്ങനെയാണ്?
പുള്ളിക്കാരൻ്റെ പേരാണ് വിളിച്ച് പറഞ്ഞത് ബിഗ് ബോസ് നിങ്ങൾക്ക് തന്ന 7.5 മണിയാണ്, പുള്ളിയാണ് ഏറ്റവും കൂടുതൽ മുഖത്തേക്ക് അത് പുരട്ടിയതുകൊണ്ട് അയാളാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അപ്പാന് ശരത്തും ഇവരൊക്കെ കൂടെ പിന്നീട് ഇന്ന് കൂടാലോചന, ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പം പിന്നെ ഈ പറഞ്ഞ കണക്കിന് ഈ സീസണിൽ ഇനിയിപ്പോൾ രാജാക്കന്മാരുണ്ടാവുകയാണെങ്കിൽ രാജാക്കന്മാർ രാജാവാൻ വേണ്ടിയിട്ട് തലയിൽ ചെന്ന് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതും ഈ രേണുസുധിയുടെ തലയിലേക്കായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതാ പറഞ്ഞത്, ഈ സീസണെ ഞാൻ എൻ്റെ തന്നെ ഇതുവരെയുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ സീസൺ കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് വിരുദ്ധമായിട്ട് തോന്നിയേക്കാം, അത് നിങ്ങളുടെ അഭിപ്രായം. മറ്റുള്ള റിവ്യൂവേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പറയും, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ പോയി ഇടാതെ ഇവിടെ പറയുന്നത് വെച്ചാൽ അതൊരു വലിയൊരു വ്യൂവർഷിപ്പോ അല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസ് സപ്പോർട്ടോ എന്നുള്ളതല്ല. ഞാൻ എന്നെ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിലേക്ക് എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചാനലിൽ കൂടി സംസാരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഇതിനകത്തുള്ള മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടി ഉണ്ടല്ലോ, എൻ്റെ പേരെന്താ, രണ ഫാത്തിമ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആ കുട്ടിയെ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടതുപോലും ഓർമ്മയില്ല എന്നുള്ള കാര്യം. ബട്ട് ഇന്നലത്തെ ആ ഒരു കോലം കഴിഞ്ഞിട്ട് അധികം മനസ്സിലായിട്ടില്ലെങ്കിലും ഇന്ന് അവരുടെ ഈ ഒരു മുഖഭാഗം കണ്ടപ്പോഴാണ് എവിടെയോ റീലിൽ കണ്ടിട്ടുണ്ട്, ഇച്ചിരി ബോൾഡായിട്ടുള്ള ഐഡി. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മറ്റേ മുൻഷി രഞ്ജിത്ത് ഇരുന്ന് പുള്ളിക്കാരൻ സംസാരിക്കുന്ന എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ പോകുമ്പോൾ ചില അമ്മാവന്മാരെ കാണാറുണ്ട്, എടാ അവിടെ കൊടുക്കും ഇതെടുത്ത് ഇവിടെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ഒരു ചില സ്ഥായി ഭാവം അവിടെ എപ്പോഴെങ്കിലുമൊക്കെ ഒരുമാതിരി ഒരു അമ്മാവൻ മനോഭാവത്തോടു കൂടി ഇരുന്നുകൊണ്ട് ചൊറിയുക എന്നുള്ള പരിപാടിയാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. അത് ഗെയിമാണ് കേട്ടോ, അത് അയാളുടെ വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കുന്നതല്ല, അത് അയാളുടെ ഗെയിമാണ്. ആ ചൊറി ആ സംഭവം അത് എനിക്കതിന് ആ കുട്ടി കൊടുത്ത മറുപടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ ഫാത്തിമ, ഈ രണ ഫാത്തിമ എന്ന് പറഞ്ഞു ഇപ്പം രണ സുന എന്ന് വരുമെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. കാരണം മുൻകാലങ്ങളിൽ ഇതുപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ രേണുസുതി എന്നുള്ള സംഭവം അപ്പോഴാണ് രണ സുന എന്നുള്ളൊരു സംഭവം കേൾക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ രേണുസുതി എന്ന് പറഞ്ഞപ്പോൾ രണ സുന ഞാൻ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ട് കൂടിയില്ല, വായിന്ന് വന്നപ്പോൾ ഞാൻ കടിച്ചു പിടിച്ചു. ഇപ്പം നോക്കിയപ്പോഴേക്കും ഇതിനകത്ത് രണ ഫാത്തിമയുണ്ട്, അതിനിടയ്ക്ക് രേണുസുതിയുടെ കാര്യം പറയുമ്പോഴേക്കും ഇത് രണ്ടും കൂടെ മിക്സായിട്ട് രണ സുന എന്നെല്ലാം വരുമെന്ന് അറിയത്തില്ല. എനിവേ രണ ഫാത്തിമ ആ കുട്ടി ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ആ കുട്ടിയുടെ മുമ്പിൽ ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടൊക്കെ എന്തോ ഒരു ഡയലോഗ് അടിച്ച് പറഞ്ഞില്ല, ബാക്കി നമ്മളൊക്കെ രണ്ടുപേരുടെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അത് മാനേജ് ചെയ്തൊരു രീതിയുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ അല്ല നമ്മളൊക്കെ രണ്ടച്ഛന്മാരുടെ ഒക്കെ മക്കളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിൽ കൂടുതൽ വർത്തമാനം പറയാൻ പോയില്ല. അതുപോലെ തന്നെ രേണുസുധിയോടും മറ്റേ അഭിശ്രീയോടും സംസാരിക്കുന്ന സമയത്ത് പുറത്തിരുന്ന് ഗാർഡൻ ഏരിയയിൽ സംസാരിക്കുന്ന സമയത്തും ആ കുട്ടി പറഞ്ഞ കുറേ കാര്യങ്ങൾ കുറച്ച് ആ കുട്ടിക്ക് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്, വ്യക്തമായ ധാരണകളുണ്ട്, നല്ല ബോൾഡാണ്, അതെനിക്ക് മനസ്സിലായി. എനിക്കത് അറിവില്ലായ്മ കൊണ്ട് ഇന്നലെ പറഞ്ഞാണ്, പക്ഷെ ഞാൻ ഇന്ന് തിരുത്തുന്നു. കുട്ടി ഔട്ട്സ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഇന്നലത്തെ അക്ബർ ഖാനെയും ഷാനുവിനെയൊക്കെ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അക്ബർ ഖാൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പരദൂഷകരുടെ കൂട്ടത്തിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്, എന്താവുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ മാറിയേക്കാം. പിന്നെ ഫൺ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ടോയ്ലറ്റ് ഏരിയയിലെ ആ ഭാഗത്തൊക്കെ വെച്ചിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഫൺ എലമെൻറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗെയ്സൽ പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമ്മുടെ ഷാനുവിൻ്റെ കമൻറ്റ് പരാമർശം സോഷ്യൽ മീഡിയയ്ക്ക് അടക്കം അത് ഭയങ്കര എതിർപ്പും വിമർശനങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മെയിൻ ഒരു ഹൈലൈറ്റ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നി മൊത്തത്തിൽ? ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്തുള്ള ഹൈലൈറ്റ് രേണുസുധി തന്നെയാണ്. ആ തലവേദനയും വഴക്കും. ഒരാൾ തലവേദന എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ തലവേദന ജെനുവിൻ അല്ല എന്ന് പറയുന്നു, അയാൾക്ക് പെട്ടെന്ന് തലവേദന മാറിക്കഴിഞ്ഞാൽ അത് ജെനുവിൻ അല്ലാത്ത തലവേദന എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ കിടന്ന് ബഹളം വെച്ച് വഴക്ക് കൂടി ഭയങ്കര സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നു. അടിയുണ്ടാക്കിയാൽ മാത്രമേ കോണ്ടന്റ് പുറത്ത് പോവുള്ളൂ, അതുകൊണ്ട് സ്ക്രീൻ സ്പേസ് പിടിക്കാൻ വേണ്ടി അടിയുണ്ടാക്കണമെന്ന് ചിന്തിച്ച് കൂട്ടുന്നു. ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ പ്രേക്ഷകരെ ഒരു വെറുപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയണം. നമുക്ക് വരുന്ന പ്രമോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് അടുത്ത ദിവസം നടക്കുന്ന അടിയോ ഒരാളുടെ ദേഹത്ത് കയ്യോ കാലോ ഫ്രാക്ചർ ആവുന്നതോ ഒരാൾ പുറത്തേക്ക് പോകുന്നതോ ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നതിന് ശേഷം ഈ നമ്മുടെ ഇത് നടന്നല്ലോ, എന്താ പറയുക, ഈ എവിക്ഷൻ്റെ പ്രോസസ്സിൻ്റെ അകത്ത് നടന്ന സമയത്തും ഈ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞ ഇതിന് മുമ്പോട്ട് വീഡിയോക്കകത്ത് എവിക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് അതിൽ അനുവാണ് ആദ്യം പോയത്. അനു ഗിസേലിനെയും രഞ്ജിത്തിനെയുമാണ് പുള്ളിക്കാരത്തി അത് നോമിനേറ്റ് ചെയ്തത്. ആര്യനാണെങ്കിൽ ശൈത്യയും നെവിൻ്റെയാണ്. സരിക ആര്യനെയും ഒണിയിലിനെയും. അക്ബർ ആണെങ്കിൽ ആദില നൂറ ആൻഡ് രഞ്ജിത്ത്. ബിൻസി ആണെങ്കിൽ ശൈത്യ നെവിൻ. ഒണിയിലാണെങ്കിൽ ശൈത്യ ഗിസേൽ. ബിന്നി ശൈത്യ രഞ്ജിത്ത്. അഭിലാഷ് രേണു ആര്യൻ. റണ ഫാത്തിമ നെവിൻ ശൈത്യ. രഞ്ജിത്ത് ശൈത്യ ഗിസേലാണെങ്കിൽ രേണു ശാരിക രേണു രഞ്ജിത്ത്. ഷാനവാസ് ഗിസേൽ അഭിലാഷ്. നെവിൻ അനു രേണു. ആദില നൂറ ആര്യൻ ശൈത്യ ബിന്നി രഞ്ജിത്ത്. രേണു അക്ബർ ശൈത്യ. ശരത്ത് നെവിൻ ഷാനവാസ്. ഇപ്പോൾ തുടക്കം തന്നെ കുറേ അധികം സ്ഥലങ്ങളിൽ നമുക്കിപ്പം ശൈത്യ എന്ന് കാണാം. അതുപോലെ തന്നെ രേണുവിൻ്റെ പേര് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നു.
ഓക്കെ, അപ്പോൾ ഗിസേലിൻ്റെ പേരുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ വീക്കെൻഡിൽ അടുത്ത ഒരു എവിക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. ഒരാൾ ആദ്യമേ തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ പറഞ്ഞയക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, ഒരു വ്യക്തി ആ BB ഹൗസിൻ്റെ അകത്തേക്ക് വന്ന് ആദ്യത്തെ ഒരു വീക്ക് അവരെ കളിക്കാനുള്ള ഒരു അവസരം കൊടുത്ത് അവരെ പരമാവധി നിർത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ വീക്ക് തന്നെ എടുത്ത് പറഞ്ഞയക്കുന്നതിനോട് എന്തോ ഈ ഒരു കണ്ടസ്റ്റൻസ് എല്ലാം മുൻകാല സീസണിലെല്ലാം കണ്ട് അരച്ച് കളിക്ക് കുടിച്ചിട്ട് വന്നിട്ട് മുഖം മൂടി ഇട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഇവരാരും ഒറിജിനൽ അല്ല, റിയൽ ആയിട്ട് നിൽക്കുന്ന 1-2 പേരും തോന്നിപ്പിക്കുന്നു. അതാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, ബാക്കിയെല്ലാം ഫേക്കാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ അവർ കളിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വിടുന്നതിനെക്കാട്ടിലും ഈ ഒരു വീക്ക് കൊടുത്ത് നെക്സ്റ്റ് വീക്ക് എവിക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. സോ അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അതർവൈസ് അവർക്ക് ഇതിനകത്തുള്ള പല ഫേക്കുകളും നിന്നിട്ട് ചില ആൾക്കാർ ചിലപ്പം ഗെയിം പ്ലാൻ ചെയ്യുന്നതായിരിക്കും, അതിന് മുമ്പ് എടുത്ത് പുറത്താക്കും. പിന്നെ ഇപ്പം ഗെയിം ഓണാക്കിയിട്ടുള്ള ആൾക്കാർ, അനീഷ് ഗെയിം ഓണാക്കിയിട്ടുണ്ട്, രേണു ഗെയിമിൽ വന്നു. രേണുവിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഔട്ട്സൈഡിൽ നിന്നുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും BB ഹൗസിൻ്റെ അകത്ത് രേണു പക്കയായിട്ട് കളിക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൂടുകയും ചെയ്യും, ഇത്രയും കാര്യമില്ല സപ്പോർട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇനിയുള്ള ദിവസങ്ങൾ അവരെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയാം. പിന്നെ എന്നുള്ള കാര്യം, പിന്നെ ആര്യൻ കുഴപ്പമില്ലാത്ത രീതിയിലേക്കൊക്കെ വരുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ സരിക ഓക്കെയാണ്. പിന്നെ ശാരിക ഇച്ചിരി ബോൾഡ് ആണെന്ന് തോന്നിപ്പിക്കുന്നു, എങ്കിലും ശാരിക കളിയിലേക്ക് അത്രയും ആക്റ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ രണ ഫാത്തിമ ഭയങ്കരമായിട്ട് എനിക്ക് പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് ഇന്നത്തെ അവരുടെ പല ഇതും എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. പിന്നെ അഭിലാഷ് ആണെങ്കിൽ അഭിലാഷിൻ്റെ ആ ഒരു ആങ്കർ ഇഷ്യൂസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വിഷയമാണെങ്കിൽ പോലും പുള്ളി നല്ല രീതിയിൽ ഓണാണ് ഗെയിമിൻ്റെ അകത്ത്. പിന്നെ അക്ബർ ഖാൻ എല്ലായിടത്തും ഉണ്ട്, സജീവമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഷാനു പുള്ളിക്കാരനും ഓക്കെയാണ്. അപ്പാന് ശരത്ത് ഇതിൻ്റെ ഇടയിൽ കുഴിത്തിരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ചധികം ആൾക്കാർ നന്നായിട്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ആരാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയ ആൾക്കാരെ പേര് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേണുവിൻ്റെ PR ആയിട്ട് നിങ്ങൾ പറയുന്ന ആൾക്കാർ നാളെ മറ്റൊരാളുടെ പേര് പറയുമ്പോൾ ഇനി അയാളുടെ PR ആക്കുമെങ്കിൽ അതും കൂടെ പറയുക. അഭിപ്രായങ്ങളാണ് സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചിട്ട് ഇതൊരു ഗെയിമാണ്. ഓക്കെ, ആ ഗെയിം ആയതുകൊണ്ട് തന്നെ ഈ ഗെയിമിൻ്റെ അകത്ത് നമ്മൾ സോഷ്യൽ മീഡിയക്കകത്തുനിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 99% ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, സോഷ്യൽ മീഡിയയിലെ മറ്റ് സംഭവങ്ങൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന പേരേതാ, നിങ്ങളത് മാത്രം പറഞ്ഞാൽ മതി. അത് രേണു സുധിയുടെ പേരാണ്. അപ്പോൾ അങ്ങനെ ഒരു ആളുടെ പേര് പറയുമ്പോഴേക്കും ആ ഒരു ഗെയിമിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള സംഭവം വെച്ചിട്ട് അവരാണ് മെയിൻ ഫോക്കസ്ഡ് കണ്ടസ്റ്റൻറ്റ്. അപ്പോൾ ആ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ രേണു സുധി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ PR ഒക്കെ എടുത്തേക്കണേ, ഞാൻ എന്താ പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് ഞാൻ കയറി പോവുകയാണ്, എന്നെ രക്ഷിക്കണേ, സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനെതിരെ പറയുന്ന ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല, എനിക്ക് താല്പര്യം എൻ്റെ താല്പര്യങ്ങളാണ്. അതായത് എനിക്ക് താല്പര്യം തോന്നിയാൽ ഞാൻ അത് എനിക്ക് അങ്ങനെയാണെന്ന് പറയും. അതല്ല നാളെ ഈ രേണുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ എനിക്കത് രേണുവിൻ്റെ സംഭവം എനിക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഞാൻ തന്നെ പറയും. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വിമർശിക്കാം, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ഗൈസ്.